ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഞാനിവിടെ തയ്യാറാക്കുന്നത് നട്ടി ബബിൾ കേക്കാണ് കേട്ടോ. ഇതൊരു 2 കിലോ വരുന്ന കേക്കാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് തയ്യാറാക്കിയെടുക്കാം. നട്ടി ബബിൾ കേക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 2 കിലോ നട്ടി ബബിൾ കേക്കാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ 2 കപ്പ് മൈദയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അതൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. അളന്നെടുക്കുമ്പോൾ എപ്പോഴും വടിച്ച് വേണ്ടിട്ട് അളന്നെടുക്കാനായിട്ട്. അപ്പോൾ ഇത് സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ അപ്പം തന്നെ കുറച്ചും കൂടെ അരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ വേണ്ടത് 1/4 കപ്പ് കൊക്കോ പൗഡർ, പിന്നെ ഒരു ഏകദേശം 1/4 കപ്പ് തന്നെ. ഞാനൊരു 2 5 രൂപ പാക്കറ്റാണ് കേട്ടോ. 2 5 രൂപ പാക്കറ്റിൻ്റെ ബൂസ്റ്റ് ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇതെല്ലാം കൂടെ നന്നായിട്ട് അരിച്ചെടുക്കാം. പിന്നെ അരിച്ചെടുത്തൊക്കെ നന്നായിട്ടൊന്ന് മിക്സാക്കിയും കൂടെ എടുക്കാം. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ എല്ലായിടത്തോടെ എത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇനി നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 8 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് കുറച്ചൊരു ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണൊക്കെ ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ മഞ്ഞയും വെള്ളയും കൂടെ കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി ഇത് ഹൈ സ്പീഡിലിട്ടിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അതുപോലെ ഇതിൻ്റെ ഈ മഞ്ഞ കളറൊക്കെ മാറി ഒരു ഓഫ് വൈറ്റ് കളർ ആവുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഓയിൽ, ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ വേണം എടുക്കാനായിട്ട്, വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. ബീറ്റ് ചെയ്തുകൊണ്ട് തന്നെ കുറേശ്ശെയായിട്ട് ഒഴിച്ചൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. എണ്ണ ഒഴിക്കുമ്പോൾ ലോ സ്പീഡിലിട്ടിട്ട് 1 മിനിറ്റ് കൂടുതൽ ബീറ്റ് ചെയ്യാൻ പാടില്ല. ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ചെടുത്ത പൊടി ഉണ്ടല്ലോ, അത് കുറേശ്ശെ ഇട്ടിട്ട് അങ്ങോട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ബീറ്ററിൻ്റെ ഉപയോഗമില്ല കേട്ടോ. ഇനി നമ്മൾ ഈ വിസ്ക് വെച്ചിട്ടൊന്ന് മിക്സാക്കി എടുത്ത് വെച്ചാൽ മതി. ഞാനിത് ഉണ്ടാക്കണത് ഈ ഒരു പാനിലാണ് കേട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ ഇതൊരു 9.5 ഇഞ്ച് വരുന്ന ഒരു പാനാണ് കേട്ടോ. അപ്പോൾ കിട്ടിയ പാൻ വെച്ചിട്ട് ഉണ്ടാക്കണതാണ്. കേക്ക് ടിന്നൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ മതി. പക്ഷേ എനിക്ക് എളുപ്പം ഇതുപോലെ, അതായത് നമുക്ക് വേറെ പാത്രങ്ങളൊന്നും എടുത്ത് നേരത്തെ വേണ്ട. ഇതാണ് എനിക്ക് എളുപ്പമായിട്ട് തോന്നണത് കേട്ടോ. അതന്നെ പെട്ടെന്ന് വിട്ടും പോരും. ഇത് ഈ സോസ് പാനോട് തന്നെ ഇങ്ങനത്തെ ഒരു എന്താ പറയുക, നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വിട്ടും പോകുന്നുള്ളൂ. അപ്പോൾ ഇതാണ് എനിക്ക് എളുപ്പമായിട്ട് തോന്നണത് കേട്ടോ. കാരണം ഞാനെപ്പോഴും ഇത് ഇങ്ങനത്തെയാണ് യൂസ് ചെയ്യാറുള്ളത്. ഞാൻ വീഡിയോസിൽ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും, ഞാൻ കൂടുതൽ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. കുക്കറിലൊക്കെ ഉണ്ടാക്കലൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് 1 ടീസ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലൊന്ന് മിക്സാക്കി എടുക്കാം. അതാ വിനാഗിരിയൊക്കെ എല്ലായിടത്തേക്കും ആവുന്ന രീതിയിൽ. നമുക്ക് ഇതിനകത്ത് ഒരു 1.5 കപ്പ് വേണമെങ്കിൽ പൊടിച്ച പഞ്ചസാര ചേർത്താലും മതി കേട്ടോ. കാരണം നമ്മൾ ബൂസ്റ്റൊക്കെ ചേർക്കുമ്പോൾ ബൂസ്റ്റിനൊക്കെ നല്ല മധുരം ഉണ്ടല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ വേണമെങ്കിൽ കുറച്ച് കുറയ്ക്കാം കേട്ടോ. മധുരം അധികം വേണ്ട, കാരണം ക്രീമിനും ഒക്കെയും കൂടെ കൂടിയാകുമ്പോൾ ഭയങ്കര മധുരമാവും എന്നുള്ളൊരു തോന്നലുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ച് മധുരമൊക്കെ കുറയ്ക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഗ്രീസ് ചെയ്ത് വെച്ചാൽ ഈ ഒരു പാത്രത്തിലോട്ട് ഒഴിക്കാം. അപ്പോൾ ഇതൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇത് മൂടി വയ്ക്കുമ്പോൾ ഇതുപോലത്തെ ഒരു ഹോളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് അടച്ചു കൊടുക്കണം കേട്ടോ. ഇത് ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ അലുമിനിയം ഫോയിലൊക്കെ വെച്ചിട്ടൊന്ന് അടച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതാ ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. താഴത്തായിട്ടൊരു
പാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഇത് ഒട്ടും എയർ പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മോട്ടാർ വെച്ചിട്ടൊന്ന് ഇങ്ങനെ വെച്ചേക്കാം കേട്ടോ. വെയിറ്റ് കൊടുത്തേക്കണെയാണ്. ഇത് ആദ്യത്തെ ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇടണം. കാരണം ഇതൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി കയറി വരാൻ വേണ്ടിയിട്ട്. പിന്നീട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് പെർഫെക്റ്റായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ടൂത്ത് പിക്ക് അതിൽ വെച്ച് കുത്തി നോക്കുമ്പോൾ അറിയാൻ പറ്റും കറക്റ്റായിട്ട് തന്നെ ബേക്കായിട്ടുണ്ട്. ഏകദേശം ഒരു 45 മിനിറ്റൊക്കെ എടുത്തോട്ട് ഇത് ബേക്കായി വരാനായിട്ട്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന എന്താ പറയുക ബർണറിൻ്റെയൊക്കെ സൈസിനനുസരിച്ച് ഒരു ബേക്കിങ്ങിൻ്റെ ടൈമിൽ കുറച്ചൊക്കെ വ്യത്യാസം വരും കേട്ടോ. പിന്നെ ഇത് 2 kg ആണ്. 9.5 ഇഞ്ചിൻ്റെ ആ ഒരു പാനുമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 2 കിലോ വരുന്ന കേക്കാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഷുഗർ സിറപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് പഞ്ചസാരയിലിട്ട് 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഷുഗർ സിറപ്പും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊരു വയർ റാക്കിലിട്ട് കൊട്ടിയിടാം. ഓൾറെഡി വിട്ട് തന്നെയായിട്ടിരിക്കുന്നത്, നോൺ സ്റ്റിക്ക് അല്ലേ, അപ്പോൾ അങ്ങനെ ഒട്ടിപ്പിടിച്ചൊന്നും ഇരിക്കില്ല. അപ്പോൾ ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറട്ടെ, അതിനുശേഷം ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ റിച്ച് ഗോൾഡിൻ്റെ ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഇത് 1.5 കപ്പ് ക്രീം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഈ റിച്ച് ഗോൾഡിൻ്റെ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് നല്ല മധുരമുണ്ട്. അപ്പോൾ പഞ്ചസാര ചേർക്കണം എന്നില്ല. ഇനി മധുരം കുറവുള്ള ക്രീമാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം ലോ സ്പീഡിൽ നിന്നും തുടങ്ങി ഹൈ സ്പീഡിലേക്ക് കൊണ്ടുവരണം. എന്നിട്ടിത് സ്റ്റിഫ് പീക്കായി വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ബീറ്റ് ആകുമ്പോൾ കുറച്ച് സ്റ്റിഫ് പീക്കാവാൻ കുറച്ച് പ്രയാസമൊക്കെ തോന്നുകയാണെങ്കിൽ ഒരു ടീസ്പൂണൊക്കെ കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല സ്റ്റിഫായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. ഇതാ ഇപ്പോൾ കേക്ക് നല്ല പോലെ തണുത്തിട്ടുണ്ട്. ഇനി ഇത് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ക്രീമൊക്കെ നല്ല സ്റ്റിഫ് പീക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്, കണ്ടോ. പിന്നെ അപ്പോൾ ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നടുക്ക് തന്നെ കുറച്ചൊരു ക്രീം അപ്ലൈ ചെയ്യാം. കേക്ക് ഇങ്ങനെ തെന്നാണ്ടിരിക്കാൻ വേണ്ടിയിട്ടോ, തെന്നി മാറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ക്രീം അപ്ലൈ ചെയ്യണത്. ഇനി ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കാം. നല്ല പോലെ വെറ്റാക്കി എടുക്കണം. ഇനി ഇതിന് മുകളിലോട്ട് നമുക്ക് ക്രീം അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് ഇത് 2ാമത്തെ ലെയറായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ആ ഒരു എന്താ പറയുക ആ ഒരു സോസ് പാൻ കുറച്ച് വേറൊരു ഷേപ്പിലല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഈ മേളത്തെ ലെയർ കുറച്ച് ചെറുതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് ക്രീമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇനി സെയിം തന്നെ. അപ്പോൾ ഇനി ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ 3 ലെയർ കേക്കാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ മേളിലത്തെ ലെയർ കുറച്ച് തള്ളി നിന്നേച്ചില്ലേ, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. ഇങ്ങനെ വെച്ച് നമുക്ക് അങ്ങോട്ട് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കേക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കവർ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലിട്ട് വയ്ക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഈ കേക്കിന് വേണ്ടിയിട്ടുള്ള ഗനാഷ് തയ്യാറാക്കിയെടുക്കണം. ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വൈറ്റ് കോമ്പൗണ്ട് ചോക്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. 400 ഗ്രാമാണ്. അപ്പോൾ ഇത് ഓരോന്നും ഇതുപോലെ 400 ഗ്രാമിന് എത്ര 150 MRP ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിനെക്കാളും കുറച്ചൊക്കെ ആയിരിക്കും നമുക്ക് കടകളിൽ നിന്ന് കിട്ടണ എത്ര. അപ്പോൾ ഇത് ഓരോന്നും 100 ഗ്രാം വെച്ച് ഉണ്ട്. പിന്നെ ഞാനിതിൽ നിന്നും 100 ഗ്രാമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 1/4 കപ്പ് വിപ്പിംഗ് ക്രീമിലായിട്ട് ഒരു 1/2 കപ്പ് നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തു. എന്നിട്ട്
ഒരു ടീസ്പൂൺ ബട്ടറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുത്താണ് കേട്ടോ. അതായത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൊന്ന് മെൽറ്റാക്കി എടുത്താണ്. അപ്പോൾ നല്ല ഗ്ലേസിങ്ങോടുകൂടിയ ചോക്ലേറ്റ് ഗനാഷ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഇനി സൈഡിൽ കൂടെയൊക്കെ നമുക്ക് ഈ നട്ട്സൊക്കെ വെച്ച് കൊടുക്കാം. നട്ട്സൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒക്കെ വെച്ച് കൊടുക്കുക. ഡെക്കറേഷനൊക്കെ ഞാനിപ്പോൾ ഇവിടെ പിസ്ത കാഷ്യൂ നട്ട്സ് മാത്രമാണ് എടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ കൂട്ടത്തിൽ ബദാമൊക്കെ എടുക്കാവുന്നതാണ്. ഇനി ചോക്ലേറ്റ് ഗനാഷ് ഒരു പൈപ്പിംഗ് ബാഗിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഓരോ ബബിള് പോലെ ഇങ്ങനെ കേക്കിൻ്റെ മുകളിലിട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഗനാഷ് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് എടുക്കണേ, കുറച്ചുകൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ബബിൾസൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഗനാഷ് ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോഴാണെങ്കിലും ഒരുപാട് സമയമൊന്നും വയ്ക്കേണ്ട കേട്ടോ. ഒരു കുറച്ച് സമയമൊന്നും വച്ചാൽ ഒന്നൊന്ന് ചെറുതായിട്ടൊന്ന് സെറ്റാവാൻ വേണ്ടി മാത്രം. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ബൂസ്റ്റൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആ ബബിൾസ് ഒന്നുകൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഓരോ ബബിൾസിൻ്റെ മുകളിലൂടെ കുറച്ചുകൂടി ഒന്ന് ഇതുപോലെ ബബിളാക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ രണ്ടാമത്തെ ഈ ബബിൾ ഇടുന്ന സമയത്തേനും കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു കേട്ടോ. ആദ്യത്തെ പ്രാവശ്യം ഫ്രിഡ്ജിൽ വച്ചില്ല, സമയം കുറവായിരുന്നുകൊണ്ട് കരുതി പെട്ടെന്ന് അങ്ങോട്ട് എടുത്ത് ഉണ്ടാക്കി, അങ്ങനെ പറ്റിയതാണ്. അപ്പോൾ ഇതിപ്പോൾ കണ്ടോ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ, കറക്റ്റായിട്ടാണ് ഇത് വരേണ്ടത്. ഇത് ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലിട്ട് തന്നെ എടുത്ത് വെച്ചാൽ മതി. പിന്നെ ആവശ്യത്തിന് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നമ്മുടെ കേക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചതിന് ശേഷം വേണം നമുക്കിത് ഉപയോഗിക്കാനായിട്ട്. പിന്നെ ചുറ്റിനും കുറച്ച് ചോക്കോ ചിപ്സൊക്കെ വെച്ച് കൊടുത്തു. പിന്നെ അത് കൂടാണ്ട് ഒരു റോസാപ്പൂവും പിന്നെ ഒരു ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ഒരു കേക്ക് ടോപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് കേക്ക് ഉണ്ടാക്കിയത്. ഞാൻ ചിലപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേനും സമയമൊക്കെ ആവുമായിരിക്കും. 17-ാം തീയതിയാണ് ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഡെയിലി 8 മണിക്ക് നമ്മുടെ വീഡിയോസ് വരുന്നതാണ്. അപ്പോൾ കാണാൻ മറക്കരുത്. അപ്പോൾ നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ആഷസ് ക്രിയേഷൻസ്.